എന്താണ് ഈ വണ്ടിനെ കുറിച്ച് ആദ്യമേ പറയാനുള്ളത്? ഈ ഒരു 7 സീറ്റർ വണ്ടിനെ കുറിച്ച് ഇത് ഏത് കാറ്റഗറിയാണ്, എന്താണ് ഈ വണ്ടി? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മോസ്റ്റ് അഫോർഡബിൾ 7 സീറ്റർ SUV ഇൻ ഇന്ത്യയാണ്. നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേറെ വെഹിക്കിൾ ഇല്ല 7 സീറ്റർ ആയിട്ട്. അതായത് 4 മീറ്ററിൻ്റെ അകത്താണ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. ട്രൈബർ വരുമ്പോഴത്തേക്കും അത് നമുക്ക് മൾട്ടി പർപ്പസ് ആണ്. 7 സീറ്റർ ആയിട്ടും 5 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വെഹിക്കിൾ. ഈ 5 സീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഇതിനകത്ത് 5 സീറ്റർ ആയിട്ട് ഇറങ്ങുന്നുണ്ടോ അതോ നമുക്ക് 5 സീറ്റർ ആയിട്ട് 7 സീറ്റർ ആണ്. നമുക്ക് ബാക്കിലെ 2 സീറ്റ്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഈസി ടു റിമൂവ് ചെയ്യാൻ പറ്റും. ലേഡീസിനും നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഈസി ടു ഫിക്സ് ചെയ്യാനും പറ്റും. അങ്ങനെ നമുക്ക് സീറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 5 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 50 kg വരെ റൂഫിൽ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് വരുന്നത്. 50 kg റൂഫിൽ നമുക്ക് ഇതിനകത്ത് വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേസ് 1 അപേക്ഷിച്ചിട്ട് ഇപ്പം നമ്മൾ ഈ പുതിയൊരു ഡ്രൈവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൻ്റെ ഒരു നമ്മൾ ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ളത്? നമുക്ക് ഫസ്റ്റ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗോ ഒരു ലോഗോയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫേസ് 1 അപേക്ഷിച്ച് വരുമ്പോഴത്തേക്കും ലോഗോയിൽ നല്ലൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. ഒരു ക്രോം വിത്ത് ബ്ലാക്ക് ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് ലോഗോയിൽ. ഇത് റെനോൾട്ടിന്റെ പുതിയ ലോഗോയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ക്രോം ഫിനിഷ് ആയിരുന്നു വന്നിരുന്നത്. നമുക്ക് ക്രോം വിത്ത് ബ്ലാക്ക് ഫിനിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പിന്നെ വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ല് വരുമ്പോഴത്തേക്കും ആ ഒരു സൈഡ് ടു സൈഡ് വരെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷാണ്. പഴയത് വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് 1 നമുക്ക് വരുമ്പോൾ ഒരു ക്രോം ഗ്രില്ലായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് ആണ് വരുന്നത്.